കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായ യുദ്ധതന്ത്രങ്ങളാണ് കടത്തനാടൻ കളരി പോയ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. വ്യക്തിഹത്യയുടെ അങ്ങേയറ്റം, അധിക്ഷേപത്തിന്റെ അങ്ങേയറ്റം, സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റം, അക്രമ രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റം, വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ അങ്ങേയറ്റം. എല്ലാം പിന്നെ ജനാധിപത്യത്തിന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോഴാണ് ആകെ ഒരാശ്വാസം. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ കാഫിറാണെന്നും നമ്മളിൽ പെട്ടവരല്ലേ വോട്ട് ചെയ്യേണ്ടത് എന്നുമുള്ള ആശയം പ്രചരിപ്പിക്കുന്ന സന്ദേശം യൂത്ത് ലീഗിന്റെ നെടുമ്പ്രമണ്ണ എന്ന ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. യൂത്ത് ലീഗിന്റെ തിരുവള്ളൂർ ശാഖാ സെക്രട്ടറി PK മുഹമ്മദ് കാസിമിനെതിരെ കേസുമുണ്ടായി. ഈ പ്രചാരണം വ്യാജമാണെന്ന കാസിമിന്റെ പരാതിയിൽ പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ പ്രകാരം എങ്ങനെയൊരു പോസ്റ്റ് ഉണ്ടാക്കുകയോ പ്രചരിപ്പിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെ ആര് എന്തിനിത് ചെയ്തു? വടകരയിൽ കലാപം ലക്ഷ്യമിട്ടോ? വിദ്വേഷത്തിന്റെ വിളവെടുക്കാൻ നോക്കിയതാരാണ്? പോരാളിമാർ വെളിച്ചത്ത് വരുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM-ൽ നിന്ന് ശ്രീ PM ഷോ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJP-യിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബു. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. നമ്മളെല്ലാവരും അത് വായിച്ചതാണ്. അതിൻ പ്രകാരം ഈ പറയുന്ന നെടുമ്പ്രമണ്ണ മുസ്ലിം ലീഗിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ട് വ്യാജമാണത് കാസിം പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണ് എങ്കിൽ വടകരയിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം അത്രമേൽ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആളിക്കത്താൻ പോകുന്ന ഇന്ധനം ആര് എന്തിനു വേണ്ടി ഒഴിച്ചു കൊടുത്തു? അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും CPM-ന്റെ സഹയാത്രികർക്കും സഹപ്രവർത്തകർക്കും അടക്കം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. പോലീസ് റിപ്പോർട്ട് തന്നെ ഇവിടെ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകനെതിരെ ആക്ഷേപം വരികയും അയാൾ സ്വയമേ പോലീസിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ മൊബൈൽ സറണ്ടർ ചെയ്യുകയും ഇതിനെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും പോലീസ് അക്കാര്യത്തിൽ അന്വേഷണം നടത്താതെ വരികയും അത് കഴിഞ്ഞ് അദ്ദേഹം സ്വയമേ ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി കോടതി ഇടപെടുമ്പോഴാണ് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ KK ശൈലജ എന്ന് പറഞ്ഞ LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടാണ് എങ്കിൽ അവർക്കില്ലാത്ത പരാതി ഇത് ചെയ്തു എന്ന് ഇവരാരോപിക്കുന്ന ആൾ സ്വമേധയാ കോടതിയിൽ പോയി ഇക്കാര്യത്തിൽ അന്വേഷിക്കണം, ഇക്കാര്യത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഈ തോന്നിവാസം ചെയ്തിട്ടുള്ള ആളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അയാൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ CPM-ന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളത് മുഴുവൻ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ്. ടീച്ചർ തന്നെ, ശൈലജ ടീച്ചർ തന്നെ ഒരിക്കൽ പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കരയുന്ന കണ്ടു. മറ്റ് അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോയും ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അവർ തന്നെ അത് തിരുത്തി പറയുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അന്ന് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും അവതാരകരെല്ലാം അന്നത്തെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ പ്രതിനിധികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്തമില്ലേ എന്ന്. CPM-ന്റെ സൈബർ സഹാക്കന്മാർ പടച്ചുവിടുന്ന ഇത്തരം തോന്നിവാസങ്ങളുടെ ഉത്തരവാദിത്തം പറയലല്ല കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് ആദ്യമേ പറഞ്ഞിട്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് പ്രസംഗിച്ച AA റഹീം എന്ന് പറഞ്ഞ രാജ്യസഭാ MP ഉണ്ടല്ലോ, അദ്ദേഹം ഈ നിമിഷം വരെ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു, ഈ നിമിഷം വരെ തിരുത്തി പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഷാഫിയെ വർഗീയ വിഷം എന്നല്ലേ പറഞ്ഞത്? യഥാർത്ഥ വർഗീയ വിഷം CPM പാലും തേനും കൊടുത്ത് വളർത്തുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. KK ലതിക എന്ന് പറഞ്ഞ മുൻ MLA ഇത് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ സന്തത സഹചാരികളായിട്ടുള്ള എഴുത്തുകാര്, സാമൂഹ്യ പ്രവർത്തകര്, സാംസ്കാരിക നേതാക്കന്മാര്, അങ്ങനെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ചരിത്ര പണ്ഡിതൻ എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്ന പ്രൊഫസർ KN ഗണേഷ് അദ്ദേഹമൊക്കെ അത് തിരുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടോ? ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടോ? ഇവരൊക്കെയാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ ചരിത്രം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നത്. ഒന്നാമത്, ദീപ നിശാന്തിനെ പോലെയുള്ള ആളുകൾ, എഴുത്തുകാർ ഇതൊക്കെ ഷെയർ ചെയ്യുന്നു. ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയമാണെന്ന് അവർ പറയുന്നു. എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത്? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മാധു. കേരളത്തിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിം ഇതര ഇസ്ലാം ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ മാത്രമേ അവരുടെ മതേതരത്വം തെളിയിക്കാൻ പറ്റൂ എന്നുള്ള ഗതികേടിലേക്ക് അവരെ കൊണ്ടുചെല്ലുന്നത് CPM-ആണ്. CPM-ന്റെ മതേതര ബോധം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സെക്യുലർ കാഴ്ചപ്പാടാണ്. ഒരു സംശയം വേണ്ട. ഇക്കാര്യത്തിലും അത് പുറത്തു വന്നില്ലേ? ഇവിടെ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ കൊടുക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് MP
ജയരാജൻ എന്ന് പറഞ്ഞ കണ്ണൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത് ഇവരുടെ സൈബർ സഖാക്കന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറയുന്നത് നമ്മൾ കണ്ടില്ലേ? ഇവരുടെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് അത് ആദ്യം വരുന്നത്. അവരെ വിളിച്ച് അന്വേഷിക്കണ്ടേ? ഇവിടെ ആരെങ്കിലും ഒരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഫോർവേഡ് ചെയ്താൽ, ലൈക്ക് ചെയ്താൽ, അതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉണ്ടായാൽ അതിന്റെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന, വിദേശത്ത് പോയി വരെ അറസ്റ്റ് ചെയ്യാൻ ആർജവം കാണിക്കുന്ന പോലീസ് കേരളത്തിന്റെ സൈബർ ഡോമിന് എന്തുകൊണ്ടാണ് ഈ കാഫിർ പ്രയോഗം നടത്തിയ, ഇത് ആസൂത്രണം ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നുള്ള ഉത്തരം പറയണ്ടേ? ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചോദിച്ചും പറഞ്ഞും പോകാം. ശരി, ഞാൻ അങ്ങേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ പി എം ആർഷോ, ജിൻഡോ ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഇതിപ്പോ ഈ മുഹമ്മദ് കാസിം കോടതിയിലേക്ക് എത്തി നൽകിയ പരാതിയിലാണ് പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. കാസിം അല്ല യഥാർത്ഥത്തിൽ പരാതി നൽകേണ്ടത്, ശൈലജ ടീച്ചറായിരുന്നു. അങ്ങനെ ഒരു പരാതി ഉണ്ടാകേണ്ടതല്ലേ? കാരണം വലിയ തോതിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് പറഞ്ഞ ഒരാളാണ് LDF കാൻഡിഡേറ്റ്. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായത് UDF ഭാഗത്തു നിന്നാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ ശൈലജ ടീച്ചർ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ളതാണ്. ഇതിപ്പോ UDF അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് കാസിം യൂത്ത് ലീഗിന്റെ അവരുടെ ശാഖാ പ്രതിനിധിയാണ്. അപ്പോൾ മുഹമ്മദ് കാസിമിൻ്റെതല്ല ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നത് എന്ന് കേരള പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലൂടെ ആധികാരികമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഷെയർ ചെയ്ത മുഴുവൻ ഇടത് പ്രൊഫൈലുകളും ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും നിങ്ങളുടേത് എന്ന് ഇത്രയും കാലം പറഞ്ഞിരുന്ന മുഴുവൻ സൈബർ വിങ്ങുകളും ഇതിന് മറുപടി പറയണ്ടേ? ഇതിനകത്ത് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ട് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രചരണ രീതിയായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും ആ അഭിപ്രായത്തിനകത്ത് മാറ്റല്ല. ആ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടം മുതലേ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഒരുപാട് തെരഞ്ഞെടുപ്പ് മെറ്റീരിയലുകൾ നമ്മൾ കണ്ടുപോകുന്ന നിലയുണ്ടായി. അതിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് KK ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന നിലയിൽ ടീച്ചർ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ മുറിച്ച് അടർത്തി മാറ്റി പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി നമ്മൾ കണ്ടു. ടീച്ചർ പ്രവാചകനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന നിലയുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് ടീച്ചർ ഒരു സെമിനാറിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം മുറിച്ചു മാറ്റി പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി. AP അബൂബക്കർ മുസ്ലിയാരുടേത് എന്ന പേരിൽ വ്യാജമായി സൃഷ്ടിച്ച ബോംബമ്മയാണ്, ബോംബമ്മയ്ക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന നിലയിൽ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ച വ്യാജ ലെറ്റർ പാഡുമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഈ കാഫർ പ്രയോഗം ഉൾപ്പെട്ടിട്ടുള്ള സ്ക്രീൻഷോട്ട് ശ്രദ്ധയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അത് ചോദിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായ ഈ നിലയ്ക്കുള്ള തെറ്റായ പ്രചരണങ്ങളെ സംബന്ധിച്ചൊക്കെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി കൃത്യമായി അതാത് ഘട്ടങ്ങളിൽ പോലീസിന് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകി പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനകത്തും അംഗീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയിലുള്ള ഇടപെടലുകളാണ് UDF സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്നും ഉണ്ടായില്ല എന്ന നിലയിൽ പറഞ്ഞവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജിൻഡോ ശ്രമിച്ചു. UDF ഇപ്പോൾ മാതൃഭൂമിയുടെ ഉൾപ്പെടെ ആ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ കമൻറ്റ് സെഷൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ഏത് നിലയിലുള്ള കമൻറ്റുകളാണ് ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർക്ക് നേരെ അതിൽ പ്രവഹിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിലേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടൊന്നും കഴിയില്ല. അശ്ലീല കമൻ്റ് ഇട്ട ആളുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കമൻറ്റുകളുണ്ട്. കൃത്യമായി സൈബർ ഇടങ്ങൾക്കകത്ത് UDF രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന നിരവധി പ്രൊഫൈലുകൾ അശ്ലീലം കമന്റ്, ഈ പറഞ്ഞ മാധ്യമ ചർച്ചയ്ക്കകത്ത് പറയാൻ വേണ്ടി കഴിയാത്ത നിലയിലേക്കുള്ള അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറഞ്ഞ പോലെ കാഫിർ പ്രയോഗം ഉൾപ്പെട്ടിട്ടുള്ള സ്ക്രീൻഷോട്ട് ശ്രദ്ധയിലേക്ക് വരുന്നത്. അത് ശ്രദ്ധയിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ മറ്റു പ്രചരണങ്ങൾക്കകത്ത് ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ച നിലയിലുള്ള പ്രചരണ സാമഗ്രികൾ പ്രചരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ എന്താണോ ചെയ്തത് അതേ നിലയിൽ തന്നെ കൃത്യമായിട്ടുള്ള പരാതിയുമായി ഇടതുപക്ഷത്തിൻ്റെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. കൃത്യമായി ജനങ്ങളുടെ മുൻപിലേക്ക് ഈ നിലയിലേക്കുള്ള പ്രചരണം നടത്തുന്നുണ്ട് എന്ന് തുറന്നു പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാമർശിക്കപ്പെട്ട യൂത്ത് ലീഗിൻ്റെ നേതാവല്ല അത് സൃഷ്ടിച്ചത്, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹമല്ല സൃഷ്ടിച്ചത് എന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ഞങ്ങളുടെ ആവശ്യം ഇത് ആരാണ് സൃഷ്ടിക്കപ്പെട്ടത്, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിലേക്കുള്ള, സമൂഹത്തെ പുറകോട്ട് നടത്തുന്ന നിലയിലേക്കുള്ള
പ്രചരണ സാമഗ്രികൾ ആര് സൃഷ്ടിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തി ആളുകൾ നിയമത്തിന് മുൻപിൽ വരണം എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലും അത് UDF കേന്ദ്രങ്ങളിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമെന്ന നമ്മുടെ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എണ്ണമറ്റ അനുഭവങ്ങൾ കിടക്കുകയാണ്. ഈ നിലയിൽ UDFന്റെ സൈബർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ സ്വാഭാവികമായും അതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഇത് UDF കേന്ദ്രങ്ങളിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും നമ്മുടെ മുൻപിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിലും ഇത് UDF കേന്ദ്രത്തിൽ നിന്നല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPMന്റെ നിലപാട്. ഞാൻ രണ്ടുപേരിലേക്കും തിരികെ വരാം. ശ്രീ ഉല്ലാസ് ബാബു, സാധാരണഗതിയിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വർഗീയപരമായ പരാമർശങ്ങൾ, മതപരമായ പരാമർശങ്ങൾ, സാമുദായികമായ പരാമർശങ്ങൾ തുടങ്ങിയവയൊക്കെ നടത്തിയതിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കാറ് BJP ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത്തവണ CPMഉം കോൺഗ്രസും അല്ലെങ്കിൽ LDFും UDFും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിന്ന് മത്സരിച്ച വടകരയിലെ വമ്പൻ പോരിൽ മതം, സമുദായം, ഇത്തരത്തിലുള്ള സകല വേർതിരിവുകളും, പറയാനും പ്രയോഗിക്കാനും പാടില്ലാത്ത പലതരത്തിലുള്ള വാക്കുകളും പ്രവൃത്തിയും ഉൾപ്പെട്ടു കണ്ടു. അവിടെ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് എല്ലാ ഘട്ടത്തിലും LDFും UDFും തന്നെയാണ്. നിങ്ങൾക്ക് ചെറിയ വോട്ട് % മാത്രമുള്ളൊരു മണ്ഡലം. എങ്ങനെയാണ് BJP ഇതിനെ നോക്കിക്കാണുന്നത്? മാത്രമല്ല ഇപ്പോൾ ഈ കേസിന്റെ ഈ റിപ്പോർട്ട് ഉല്ലാസ് ബാബു വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ശ്രീ ഉല്ലാസ് ബാബു, അതായത് ഈ കേസിൽ കേരള പോലീസ് വിശദീകരണം തേടിക്കുന്ന ഫേസ്ബുക്കിനോടാണ്. ഫേസ്ബുക്കിന്റെ ഓഫീസറെ ഇതിൽ പ്രതി ചേർത്തിട്ടുമുണ്ട്. ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ ഇതിൽ നിന്ന് പിൻവലിക്കാത്തതിന്റെ പേരിൽ. പക്ഷെ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ഒന്നാണ് ഇത് പ്രചരിപ്പിച്ചവർ, ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? മധുവിനകത്ത് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ മേമ്പൊടികൾ വെച്ച് കേൾക്കുന്ന പ്രേക്ഷകരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഭാഷാശൈലിയൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. വടകരയിൽ എന്താണ് സംഭവിച്ചത്? വടകരയിൽ ഇവർ പ്രതിദാനം ചെയ്ത സ്ഥാനാർത്ഥി, ഇവർ CPM മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി, കോൺഗ്രസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി, കോൺഗ്രസ് ആദ്യം മുന്നോട്ട് വെക്കുമെന്ന് വിചാരിച്ച സ്ഥാനാർത്ഥി, ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നുമല്ല, പത്മജ ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് മുരളീധരനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ട് തൃശ്ശൂർ കൂടുന്നിരുത്തി. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ആ ഇടയിൽ ഇവർ ഷാഫിയെ കൊണ്ടുവന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിലും വലതുപക്ഷത്തിൻ്റെ ഉള്ളിലും കൃത്യമായ പൊളിറ്റിക്സ് നടന്നു. ഇത് ഷാഫിക്കും നന്നായിട്ടും അറിയാം, ഇടതുപക്ഷത്തിന് നന്നായിട്ട് അറിയാം. എന്തായിരുന്നു ആ പൊളിറ്റിക്സ്? ഷാഫി മുസ്ലിം സമൂഹത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് എന്ന് ആദ്യം പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ടാമത് എന്തുണ്ടായത്? മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയാൻ ശ്രമിച്ചു. അവിടെയും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കി. അതിനു മുൻപ് ഈ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ CAയെ കൊണ്ടുവന്ന് രണ്ട് വിഭാഗങ്ങളും ജാതീയമായും മതപരമായും വർഗപരമായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ചു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന സമയത്ത് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ സൂത്ര ഏർപ്പാടുകൾ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്നുണ്ട്. എന്നിട്ട് വാക്കുകളുടെ മേമ്പൊടി വെച്ച് അത് മറ്റ് രാഷ്ട്രീയ സംഘടനയുടെ തലയിലേക്ക് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഇവിടെ പഴയകാല ചരിത്രം പൊട്ടും ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ജാതിയില്ലാതെ മതമില്ലാതെ വർഗമില്ലാതെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടില്ല. കോൺഗ്രസും ഒട്ടും പുറകിലല്ല. അവിടെയൊക്കെ ഇവർ രണ്ടുപേരും ഒറ്റ കൈയായി നിന്നുകൊണ്ട് മതേതരത്വം എന്ന വാക്കിനെ ഇവരങ്ങ് ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിന് മുമ്പിലൊരു പദം പറയണം. ഞാനത് ഈ ഭാഷ ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട് പറയുന്നില്ല. അവിടെ നടത്തിയത് എന്താണ്? മുസ്ലിമിൻ്റെ വോട്ട് മുസ്ലിമിനെ, ഹിന്ദുവിൻ്റെ വോട്ട് ഹിന്ദുവിനെ, ഇത്യാദി കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച് എത്തിക്കാൻ സാധിക്കുമോ ആ പ്രവൃത്തി പരിപൂർണമായിട്ട് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഇടതുപക്ഷവും പയറ്റി വലതുപക്ഷവും പയറ്റി. അത് നാദാപുരം കുറ്റിയാടി മേഖലയിലുള്ള ഓരോരുത്തരെ ഈ രാഷ്ട്രീയക്കാരെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് മാതൃഭൂമി ചാനൽ ഒരു ദിവസം കൃത്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ മാധു അടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. ഇതൊന്നും പുറത്ത് പറയാതെ നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഫേസ്ബുക്കിൻ്റെ പ്രതി ചേർത്തേ? ആ പ്രതി ചേർത്താൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ കേസുകൾ എടുക്കുക, ഫേസ്ബുക്കിലെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് എടുക്കുക. ഫേസ്ബുക്കിനോട് ഈ കേരളത്തിലെ പോലീസ് ഒരു കടലാസ് എഴുതി അങ്ങോട്ട് വിട്ടാലേ ഫേസ്ബുക്ക് എന്താ പറയാന്നറിയോ? പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ഉണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അനുവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മാറ്റാത്തതിനെ പ്രതി ചേർക്കുന്നത് അടക്കമുള്ളത് ഒരു സൂത്രപ്പണിയാണ്. ഇവരുടെ പോലീസല്ലേ
ഈ വക അക്രമങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ലോ. സൈബർ ആക്രമങ്ങൾ നേരിട്ടതിൽ ഏറ്റവും കൂടുതൽ നേരിട്ട രാഷ്ട്രീയ സംഘടനയാണ് ഞങ്ങൾ. എന്നിട്ട് പോലും ഞങ്ങൾ അന്നും കൈയടിച്ചിട്ടില്ല. ഇന്ന് ഇവർ അതിനെ തിരിച്ചു കൊത്തുമ്പോഴും കൈയടിച്ചിട്ടില്ല. അന്ന് സൈബർ സംവിധാനത്തിനോട് ഇവരുടെ ഈ നിലപാട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുകൊല്ലിച്ചത് നീയേ ചാപ്പ. അത് പണ്ട് കാരണവന്മാർ പറയാവുന്ന പോലെ ഇന്നലെ മറ്റേ എം വി ജയരാജൻ സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ കേട്ടാൽ, വാക്കുകൾ കേട്ടാൽ നമുക്ക് കേരളക്കര ചിരി വരും. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ നടത്തുന്ന തട്ടിപ്പ് ഇനിയെങ്കിലും നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മനസ്സിലാക്കണം. ഈ ജാതീയ വ്യവസ്ഥ, ഈ മതപരമായ വേർതിരിവ് ഇടതുപക്ഷവും വലതുപക്ഷവും അതിന്റെ എങ്ങനെ ഊറ്റി 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 കുടിക്കുന്ന ഒരു പ്രവണതയാണ്. ആ പ്രവണത നിർത്തിയാലേ കേരളത്തിലെ ശ്രീ ജിൻഡോ ജോൺ ഇപ്പോഴും ഈ ഘട്ടത്തിലും പോലീസിന്റെ ഈ റിപ്പോർട്ട് എടുക്കുമ്പോൾ പോലും ഇതിപ്പോ മുഹമ്മദ് കാസിം അല്ല എന്ന കാര്യം പോലീസിന്റെ റിപ്പോർട്ട്, ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാൻ സർക്കാരിന്റെ പ്രതിനിധികളും പാർട്ടിയുടെ പ്രതിനിധികളും തയ്യാറാണ്. പക്ഷേ ഇത് UDF ഫാക്ടറികളിൽ തന്നെ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും സംശയമൊന്നുമില്ല. അതിനവർ കുറെ ഒരു ഓർഡർ പറയുന്നുണ്ട്. അതായത് വടകരയിൽ ഈ പറയുന്ന പയറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാർമ്മികമല്ലാത്ത പലതരത്തിലുള്ള ആയുധങ്ങൾ, പ്രയോഗിച്ച ആയുധങ്ങൾ, മുറിവേൽപ്പിച്ച ആയുധങ്ങൾ, അതൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ വിശ്വസിക്കും UDF ഫാക്ടറിയിൽ നിന്നല്ല ഈ പ്രയോഗങ്ങൾ ഉണ്ടായത് എന്നുള്ളത്? ഇപ്പോ ബോംബുണ്ടായ സമയത്ത് അതിനെ ബോംബാക്രമണം ഉണ്ടായ സമയത്ത് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ UDF കഴിഞ്ഞു. അതിനുശേഷം ശൈലജ ടീച്ചർ അവർക്കെതിരെ ഉണ്ടായ സൈബർ പ്രചാരണങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു നുണ ബോംബാണ്. ആദ്യം ബോംബ് പൊട്ടി, പിന്നെ CPM നുണ ബോംബ് പൊട്ടി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനുശേഷം കാഫിർ പ്രയോഗമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ തൊട്ട് പിന്നാലെ ഷാഫി പറമ്പിൽ അങ്ങനെ എന്നെ മതപരമായി കോർണർ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുന്നത് രാഷ്ട്രീയമായി വലിയ അപമാനമാണ് എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് കേരള പോലീസിന് മുന്നിൽ വരികയാണ്. പക്ഷെ അപ്പോഴും CPM തയ്യാറല്ല, ഇടത് തയ്യാറല്ല, നിങ്ങളുടെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയ വിഷവിത്തല്ല ഇത് എന്ന്. മാധു, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ LDF പ്രതിനിധി ആർഷോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആർഷോ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടല്ലോ. ഈ ആക്ഷേപങ്ങളിൽ CPM ആളുകൾക്ക് അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ആളുകൾക്കോ പരാതിയില്ലേ? നിങ്ങൾ പരാതി കൊടുത്തോ? പരാതി കൊടുത്തിട്ട് എന്ത് നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസ് സ്വീകരിച്ചത്? ഒന്നുമല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് കോട്ടയത്ത് തമ്മിത്തല്ലിയ പോലീസുകാരെയോ മാല മോഷ്ടിക്കാനോ മാങ്ങ മോഷ്ടിക്കാനോ ലഹരിക്കടത്ത് നടത്താനോ അശ്ലീല പ്രദർശനം നടത്താനോ നടക്കുന്ന പോലീസുകാരെങ്കിലും ഈ പണിയെങ്കിലും ഏൽപ്പിക്ക്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമല്ലേ ഇത്തരം ആക്ഷേപങ്ങൾ? LDF പ്രതിനിധി ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ടും ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇത്തരം തോന്നിവാസം ചെയ്ത ആളുകളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പണ്ട് മോൻസൺ മാവുങ്കലിനെ കൂട്ടി പങ്കെടുപ്പിച്ചുകൊണ്ട് സൈബർ ഡോമിന്റെ വലിയ പരിപാടികളൊക്കെ നിങ്ങൾ നടത്തിയത്? കേരളത്തിലെ അത്യാധുനിക സംവിധാനങ്ങളുള്ളതാണ് കേരളത്തിലെ സൈബർ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ, അന്വേഷണ സംവിധാനങ്ങൾ എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ പരാജയമാണെന്ന് ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് പറയണം. ഇനി രണ്ടാമത്തത്, കാഫിർ എന്ന് വിളിച്ചു എന്ന് ആക്ഷേപിക്കപ്പെടുന്നത് ശൈലജയാണ്, KK ശൈലജയെ. ആ KK ശൈലജയ്ക്ക് അങ്ങനെ ഒരു ആക്ഷേപം നേരിട്ടതിൽ പരാതിയില്ലേ? KK ശൈലജ പരാതി കൊടുത്തില്ലല്ലോ. LDF ആരെങ്കിലും പ്രതിനിധികൾ പരാതി കൊടുത്തോ? പരാതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇവിടെ പരാതിക്ക് കാരണക്കാരനെന്ന് നിങ്ങൾ പറഞ്ഞ ആളാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ച ആളാണ് കോടതിയിൽ പോകുന്നത്. എന്നിട്ട് അയാൾ പോയി അയാൾക്ക് അനുകൂലമായിട്ട് ഒരു വിധി മേടിക്കുമ്പോൾ എന്നിട്ടും നിങ്ങൾ പറയുകയാണ് ഇത് UDF ഫാക്ടറിയിലാണെന്ന്. അത് നമ്മൾക്ക് അംഗീകരിക്കാൻ, പൊതുസമൂഹത്തിന് സാമാന്യ ബോധമുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇനി രണ്ടാമത്തത്, താങ്കൾ ആർഷ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാണ് ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്? ഇത്തരം വാർത്തകൾ, ഇത്തരം ഇമേജുകൾ, ഇത്തരം വീഡിയോകൾ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് നിങ്ങളും ആവശ്യപ്പെടുന്നു. ആർഷോ, നിങ്ങൾ ഈ ചർച്ച കഴിയുമ്പോൾ കേരളത്തിലെ DGPയോട് ആവശ്യപ്പെടണം, ഈ കാഫിർ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം, നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ ആത്മാർത്ഥമുണ്ടെന്ന് ഞങ്ങൾ പറയാം. അല്ലാതെ യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനെതിരെ നിങ്ങൾ ആക്ഷേപം ചൊരിഞ്ഞപ്പോൾ യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. പറ്റുമെങ്കിൽ നിങ്ങൾക്കെങ്കിലും അത് പോയി മേടിച്ചുകൂടെ? കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM സഖാവിന് ആ 10 ലക്ഷം രൂപ മേടിച്ചുകൂടെ? ആരോപണത്തിന് അന്വേഷണം നടത്തണമെന്ന് കേരളത്തിലെ പോലീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പാരിതോഷികം മേടിക്കണം. യഥാർത്ഥ പ്രതിയെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമായിട്ട് ആളുകളെ തിരിക്കണമെന്ന് ആർക്കവിടെ നിർബന്ധം? അത് CPM ഈ നുണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിന് കുറെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ ഫേസ്ബുക്കിന്റെ ഓഫീസർക്കെതിരെ നിങ്ങളുടെ പോലീസ് കേസെടുത്തു. പണ്ട് ഒരു മാധ്യമ പ്രവർത്തക റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ, വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന കേസിൽ കേസെടുത്തതുപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ ഫേസ്ബുക്കിന്റെ ഓഫീസർക്കെതിരെ കേസെടുക്കുന്നത്. ഇത് നടത്തിയ ആളുകളെ കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ MB ജയരാജനോട് പോരാളി ഷാജി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. അങ്ങാടിയിൽ തോറ്റതിന് അല്ലെങ്കിൽ ഇലക്ഷനിൽ തോറ്റതിന്
നെഞ്ചത്തേക്കാണോ എന്ന് ചോദിക്കുന്നത്. അത് തന്നെ ചോദിക്കാനുള്ളൂ. ഈ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചു. MP ജയരാജൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ പാലൂട്ടി വളർത്തിയ വിഷപ്പാമ്പുകൾ, CPM പാലൂട്ടി വളർത്തിയ വിഷപ്പാമ്പുകളാണ് ഈ സൈബർ സഖാക്കന്മാരൊക്കെ. ഈ പാമ്പാട്ടിയാണ് CPM. ഈ പാമ്പാട്ടിയെയും ഈ പാമ്പുകൾ ഇടയ്ക്ക് പിടിച്ച് കടിക്കും. പാമ്പാട്ടിക്ക് കടി കിട്ടിയപ്പോഴാണ് പാമ്പാട്ടി പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ തെറ്റല്ല, ഈ പറഞ്ഞ പാമ്പുകളുടെ പണിയാണെന്ന്. ഈ പാമ്പുകൾ ഇത്രയും കാലം നിങ്ങളുടെ നൂറും പാലും തിന്ന് പഴവും പാലും കഴിച്ച് വളർന്ന് വലുതായി ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഇത്രത്തോളം വിഷം ധംസിച്ചപ്പോൾ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? നിങ്ങൾ ഇപ്പോൾ അവരെയൊക്കെ തള്ളി പറയുന്നത് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി, ഇവിടെ CPM-ന് എന്താ നിലപാട്? പണ്ട് ഈ ഉത്തരേന്ത്യയിലൊക്കെ സംഘപരിവാറിന്റെ ആളുകൾ ലവ് ജിഹാദിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. VS അച്യുതാനന്ദന്റെ പ്രസംഗത്തെ തുടർന്ന് പണ്ട് എളമരം കരീം കോഴിക്കോട് പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഉത്തരേന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് പഠിക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കൊല്ലാൻ ആളെ വിടുന്ന അതേ മനോഗതി തന്നെയാണ് കാഫിർ പരാമർശം നടത്തിക്കൊണ്ട് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്തത്. KK ലതിക മാപ്പ് പറഞ്ഞോ? ദീപാ നിഷാദ് മാപ്പ് പറഞ്ഞോ? KN ഗണേഷ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ എന്തോ ആളല്ലേ, അദ്ദേഹം മാപ്പ് പറഞ്ഞോ? ഇവരാരും ചെയ്ത തെറ്റ് മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഏറ്റെടുക്കാനും തയ്യാറല്ല. ഇതാണ് ഇവരുടെ തിരുത്തൽ രാഷ്ട്രീയം. തെറ്റ് തിരുത്തും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സംശയമുണ്ടെന്നാ എന്താ നിങ്ങൾക്ക് കേരള പോലീസിന് സംശയമുണ്ടോ? ശരി ശരി. ഇപ്പോ മുഹമ്മദ് കാസിമിന്റെ അഡ്വക്കേറ്റ് കൂടിയാണ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. അദ്ദേഹം നിയമ വിദഗ്ധനാണ്. ഈ കേസിലെ വാദിയുടെ മറ്റൊരു കേസിലെ പ്രതിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് കാസിമിന്റെ അഭിഭാഷകൻ കൂടിയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എത്ര വലിയ ആഘാതം നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ഈ കേസിനെ ചുറ്റിപ്പറ്റിയെന്ന് നമുക്കറിയാവുന്നതാണ്. ഇതിപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. മുഹമ്മദ് കാസിമിനെ എതിരെ ഒരു തെളിവുമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുകൾ, അദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ പരിശോധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതാരാണ് ചെയ്തത് എന്ന ചോദ്യമാണ് ഞാനിവിടെ അതിഥികളോട് ആവർത്തിച്ച് ചോദിച്ചത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഇപ്പം അമ്പാടിമുക്ക് സഖാക്കൾ അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ആദ്യമായി ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. ഒരു ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷപ്പെട്ടാൽ അതിൻ്റെ അഡ്മിൻ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയുണ്ടോ നമ്മുടെ സൈബർ മേഖലയ്ക്ക് എന്നതൊരു ചോദ്യം. ഈ അമ്പാടിമുക്ക് സഖാക്കളിലേക്കും പോരാളി ഷാജിമാരിലേക്കും ഈ അന്വേഷണം എത്രത്തോളം പോയിട്ടുണ്ട് എന്നത് ഒരു ചോദ്യം. അതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട് കേരള പോലീസ്. പക്ഷെ അതുകൊണ്ട് എന്താണ് അതിങ്ങനെ അനന്തമായി നീണ്ടുപോകും എന്നതിനപ്പുറത്ത് ഇത് ഇപ്പോഴും പച്ചയ്ക്ക് വെളിവാക്കി വെച്ചിരിക്കുന്ന പ്രൊഫൈലുകളുണ്ടല്ലോ, അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് കേരള പോലീസിന് അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും മധു, ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ 2023 സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. സമൂഹത്തില് മതസ്പർദ്ധ ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഏത് പ്രവർത്തനം നടത്തിയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ മേലെ ആക്ഷൻ എടുക്കണം. ഇത് സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ കോടതി പോയപ്പോൾ ഓർഡറൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കോടതി പോയി. ഇവിടെ ഈ പറഞ്ഞ ഇലക്ഷന്റെ തലേന്ന് 25-ാം തീയതി നടത്തിയ ഉച്ചയ്ക്ക് നടത്തി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ഉണ്ടാകുന്നതിന് ഒരു മണിക്കൂറിന് ശേഷം KK ലതിക അത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നു. പല ആളുകൾക്കും അത് ഷെയർ ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലാണ് ഇത് ആദ്യം വരുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അമ്പാടിമുക്ക് സഖാക്കളുടെ പതുക്കെ അതെടുത്ത് മാറ്റുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്തെന്ന് ഉറപ്പാക്കുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യപ്പെട്ട രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം ഇത് ഉണ്ടാക്കിയതാണ് ഇന്നയാളാണ്, കാസിമാണെന്ന് പറയുന്നു. കാസിമ 5 മണിക്ക് SP ഓഫീസിൽ പോകുന്നു. അവിടെ പോയി പരാതി എഴുതി കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് 8:32 പരാതി കൊടുക്കുന്നു. ഇത് എന്റെ പേര് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കാസിമിന്റെ പരാതിയിൽ കേസ് എടുക്കുന്നില്ല. 10:45 മറ്റൊരാളുടെ പരാതി എഴുതി മേടിച്ചിട്ട് കാസിമിനെതിരെ കേസെടുക്കുന്നു. അതിനുശേഷം 11:15 വേറൊരു കേസ് കാസിം പറഞ്ഞതിന് ഉപോത്പലകമാവുന്ന കേസെടുക്കുന്നു. ആ കേസിൽ 153A ഇല്ല. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വന്ന് നിൽക്കുന്ന ഒരു ഗതികേടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് ഗ്രൂപ്പില് അഡ്മിന്മാരുണ്ട്. അഡ്മിന്മാർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഇപ്പൊ നമ്മൾ നോക്കിയാൽ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഡേ ബിഫോർ യെസ്റ്റർഡേ ഇത് ഡിലീറ്റ് ചെയ്തിരിക്കാം. ഇപ്പൊ അതില്ല, അങ്ങനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇപ്പൊ ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇവരിത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ വേറെയുണ്ട്. ഫേസ്ബുക്കിനോടൊന്ന് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ സൈബർ സെല്ലിന്റെ ആവശ്യമില്ല. സൈബർ സെല്ല് പോലും വേണ്ട. സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാം ആരൊക്കെ അഡ്മിന്മാർ, അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല.
അത് ഇന്ന് വരെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കെ ലതികയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. അവരുടെ മുഴുവൻ ഐഫോൺ എല്ലാം സൈബർ സെല്ല് പരിശോധിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എവിടെ നിന്നാണ് അവർക്ക് ഈ പോസ്റ്റ് കിട്ടിയത്? ഇപ്പോഴും ആ പോസ്റ്റ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ ഫേസ്ബുക്കിനോട് പറഞ്ഞു ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫേസ്ബുക്ക് ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ പ്രതി ചേർത്തിരിക്കുന്നു. ആ പ്രതി ചേർത്തിരിക്കുന്നത് ശരി, സമ്മതിക്കുന്നു. അതിനോടൊപ്പം ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രതി ചേർത്തിട്ടില്ല. അവർക്കെതിരെ 153 എടുത്തിട്ടില്ല. എന്നിട്ട് എന്താ പറയുന്നത്, കാസിം അത് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ബോധ്യമുണ്ട്. മുഴുവൻ ഗാഡ്ജറ്റ്സും അയാൾ സറണ്ടർ ചെയ്തിട്ട് മുഴുവൻ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷന് 3 ദിവസം കഴിഞ്ഞിട്ട് 28-ാം തീയതി മുഴുവൻ പരിശോധിച്ചു സൈബർ സെല്ല്. ആ മുഴുവൻ പരിശോധന നടത്തിയിട്ട് അതിനകത്തു നിന്നും എല്ലാം ബോധ്യപ്പെട്ടു ഇത് അയാളല്ല ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അനങ്ങാതെ ഏകദേശം 35 ദിവസം ഇരുന്നതിന് ശേഷം SP-ക്ക് പരാതി കൊടുക്കുന്നു, DGP-ക്ക് പരാതി കൊടുക്കുന്നു. ആക്ഷൻ ഇല്ല. DGP ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നു, അടിയന്തരമായി നോക്കിയിട്ട് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ, ഇവർക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഒരു ആക്ഷനും ഇല്ല. പിന്നെയാണ് 31-ാം തീയതി ഹൈക്കോടതിയിൽ പോകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതാണ്. ഓക്കെ, ശ്രീ PM ഷോ, ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്ത കേരള പോലീസിന് പ്രതി ചേർക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ പോസ്റ്റുകൾ പിൻവലിക്കാൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് KK ലതിക മുൻ MLA അവർക്കെതിരെ കേസെടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് UDFന്റെ ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇത് കിട്ടിയ സോഴ്സ് എന്താണ് എന്ന് KK ലതികയുടെ iPhone 14 അടക്കം പരിശോധിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നുള്ളത് ഒന്നുകിൽ പോലീസ് ചോദിച്ചറിയേണ്ടതുണ്ട്, പാർട്ടിക്ക് അവർ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറേണ്ടതുണ്ട്, അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈബർ സഖാക്കളോട് പോയി ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പോരാളി ഷാജിമാരോട് പോയി ചോദിക്കുന്നത് പോലെയല്ല പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിനോട് പാർട്ടിക്ക് ചോദിക്കാൻ വേണ്ടി യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് അറിയേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാടിലാണോ? അല്ല, അത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. ഇത് ആരാണിത് നിർമ്മിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച്, ആരാണിത് പ്രചരിപ്പിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ആര് എന്നുള്ളത് കണ്ടെത്തി അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കവുമില്ലെന്നേ. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇതിനകത്ത് ആദ്യഘട്ടത്തിലേ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരാതി നൽകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പാർട്ടി ഘടകം എന്ന നിലയിൽ എന്ത് എഫേർട്ട് എടുക്കുന്നുണ്ട്? അല്ല, പാർട്ടി ഘടകം എന്നുള്ളത് സ്വാഭാവികമായിട്ട് പാർട്ടി ഘടകം ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് പാർട്ടി ഘടകം ആലോചിച്ച് ചെയ്യും. ഒരു മിനിറ്റ് ശ്രീ PM ഷോ, അതായത് KK ലതികയോട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു അന്വേഷണമാകാം, അല്ലെ? സാധാരണഗതിയിൽ പാർട്ടിക്കെതിരെ ഒരു പോസ്റ്റ് ഏതെങ്കിലും ഈ പറയുന്ന ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് നിമിഷങ്ങൾക്കകം, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യം നിമിഷങ്ങൾക്കകം, അവരുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും കാണ്ടം പ്രചരിപ്പിക്കപ്പെടുമല്ലോ. അതിനുള്ള അന്വേഷണ സംവിധാനം പാർട്ടിക്കുണ്ടല്ലോ. സ്വന്തം നേതാവിനോട് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നിമിഷ നേരങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനം എന്തായാലും ഞങ്ങളുടെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിവില്ല. ഞങ്ങൾക്ക് ആർക്കും അറിവില്ല. അറിവുണ്ടാകുമായിരിക്കും. ആ അറിവ് ലഭ്യമായ ഇടം എവിടെയാണോ അവിടെ നിങ്ങൾ അന്വേഷണം നടത്തി അതിനകത്ത് മറുപടി. ഒരു നിമിഷം PM ഷാദിൽ നമുക്ക് ഒന്ന് സംസാരിച്ചു പോകാം. ഇപ്പം KK ശൈലജയ്ക്കെതിരെ ഒരു പോസ്റ്റ് വന്നു എന്ന്, ഇത് UDFന്റെ ഫാക്ടറിയിൽ നിന്നുണ്ടായതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് KK ശൈലജ വാർത്താ സമ്മേളനം നടത്തി. ആ പോസ്റ്റ് താഴെയിട്ടിരിക്കുന്ന കമന്റുകൾ ആരുടേതാണ് എന്ന് അങ്ങേക്കറിയാം. അങ്ങ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ? അപ്പൊ ആ അന്വേഷണ സംവിധാനം ഇല്ലാണ്ടാണോ? അല്ല, ഒരു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ചോദിച്ചത്. അപ്പൊ CPMന്റെ പ്രധാനപ്പെട്ട നേതാവായ KK ലതികയോട് ചോദിക്കാൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ ആളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ ഇതിലാരുടെ വീട്ടിലെ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിലാരുടെ വീട്ടിലെ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞ കമന്റ് വിവരം അങ്ങ് പറഞ്ഞു. കുറച്ചു മുമ്പ് കമന്റ് ഇട്ട ആള് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞു പോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരെ പ്രചരിച്ച, അല്ലെങ്കിൽ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ അറ്റാക്ക്, അതുമായി ബന്ധപ്പെട്ട് വിവിധ പോസ്റ്റുകൾക്ക് കീഴിൽ, വിവിധ ചാനലുകളുടെ പോസ്റ്റുകൾക്ക് കീഴിൽ നിരന്ന അശ്ലീല കമന്റുകൾ, കേട്ടാൽ അറയ്ക്കാൻ വേണ്ടി കഴിയാത്ത കമന്റുകൾ, കമന്റുകൾ, ആ കമന്റുകൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ചർച്ചയായിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടെ
ഈ വ്യക്തിയുടെ കമന്റ് ഉൾപ്പെടെ വെച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുള്ളതാണ്. അത്രേ സ്വാഭാവികമായും അത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിട്ട കമന്റ് എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. മാത്രമല്ല കെ ശൈലജയ്ക്കെതിരെ ഈ പറയുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അവസാനം കെ സരിയന്റെ പരാമർശം ഉണ്ടാകുന്ന സമയത്തൊക്കെ ടീച്ചർക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോ ഇങ്ങനെ ഞങ്ങൾ ഇതൊന്നും അന്വേഷിച്ചു പോകുന്നില്ല എന്ന് പറയരുത്. ആ അന്വേഷിച്ചു പോകുന്ന വഴിക്ക് സ്വന്തം മുൻ MLA കെ ലതികയോട് എവിടെ നിന്നാണ് അങ്ങേക്ക് ഈ പോസ്റ്റ് കിട്ടിയെന്ന് പാർട്ടിക്ക് അന്വേഷിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചുള്ളൂ. സ്വാഭാവികം അന്വേഷിക്കേണ്ടുന്ന പാർട്ടി ഘടകങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിക്കും. സ്വാഭാവികമായും ഈ എന്താ പറയാ സമൂഹത്തെ പുറകോട്ടടിക്കുന്ന കണ്ടന്റ് ആരുണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടുന്നത് പോലീസ് സംവിധാനങ്ങളാണ്. ആ അന്വേഷണം ഏറ്റവും കൃത്യമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. മുന്നോട്ട് പോയ വഴിക്കാണോ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോരാളി ഷാജിയെയും അമ്പാടിമുക്ക് സഖാക്കളുടെയും ചുവപ്പുള്ളതെല്ലാം വിപ്ലവമല്ല എന്ന രീതിയിൽ ഒരു പോസ്റ്റ് വന്ന സമയത്ത്, അത് തള്ളിപ്പറഞ്ഞ സമയത്ത്, അത് പാർട്ടിക്ക് LDF മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ തിരിച്ചടി, അതിൽ സൈബർ വിങ്ങുകൾ ഉണ്ടായ പങ്ക്, ഇതൊക്കെ വിലയിരുത്തിയുള്ള ഒരു ആത്മപരിശോധന തിരുത്തൽ എന്ന നിലയ്ക്കാണ് ഇവിടെ ചർച്ചകളൊക്കെ പുരോഗമിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ആഭ്യന്തര വകുപ്പിനു കീഴിലുള്ള പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഈ രണ്ട് പേരുകൾ, അമ്പാടിമുക്ക് സഖാക്കളെന്നും പോരാളി ഷാജി എന്നും കേട്ടാൽ ഇടത് വിങ് എന്നറിയാത്തവരാരും സമൂഹ മാധ്യമങ്ങളിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വിചാരിക്കുന്നത്. വേണേ തള്ളി പറയാം കേട്ടോ. അപ്പോ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമെന്നതിന്റെ മുൻകൂർ ജാമ്യം നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു. മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തള്ളിപ്പറയൽ, മറ്റൊരു ആത്മപരിശോധനയല്ല, തിരുത്തല്ല എന്നാണ് ചോദിക്കുന്നത്. ഇതില് ഒരു മുൻകൂർ ജാമ്യത്തിന്റെയും കാര്യമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏതൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏതൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ബോധ്യം ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്കുള്ള ഔദ്യോഗിക ഹാൻഡിലുകളൊന്നുമില്ല. രണ്ട്, സോഷ്യൽ മീഡിയക്കകത്ത് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് വേണ്ടി CPIM-ന് വേണ്ടി ഇടപെടൽ നടത്തുന്ന, പ്രചരണം നടത്തുന്ന നിരവധി ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇപ്പൊ കേരളത്തിനകത്തും വിദേശത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. സ്വാഭാവികമായും ഈ ആളുകൾ എങ്ങനെയായിരിക്കണം സോഷ്യൽ മീഡിയക്കകത്ത് ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് പുറത്തുള്ള ഒരു ഇടപെടലുകളെയും ഒരു ഘട്ടത്തിലും പാർട്ടി ഓൺ ചെയ്തിട്ടില്ല. അത്തരം ഇടപെടലുകൾ ഉണ്ടായാൽ ആ ഇടപെടലുകളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില പേജുകൾ, ഇപ്പൊ 1-2 പേജല്ല, ഇപ്പൊ അമ്പാടിമുക്ക് സഖാക്കളും ഈ മറ്റേ പോരാളി ഷാജി 1-2 ഇപ്പൊ സഖാവ് MV ജയരാജൻ പത്രസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ നിരവധി ഈ നിലക്കുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ അദ്ദേഹം സൂചിപ്പിച്ചു പോയി. ഞാൻ പറഞ്ഞത് ആ നിലക്കുള്ള തെറ്റായിട്ടുള്ള ഇടപെടലുകൾ ഇത്തരം ഏതെങ്കിലും പേജിന്റെ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലിന്റെ ഭാഗത്ത്, പ്രൊഫൈലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ, അതിനെ ചുമത്തേണ്ടുന്ന ഗതികേട് ഞങ്ങൾക്കില്ല. അതിനെ കൃത്യമായി തള്ളിപ്പറഞ്ഞ് തിരുത്തൽ വരുത്തേണ്ടത് മുഖം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുഖം എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ലക്ഷക്കണക്കിന് വരുന്ന സൈബർ സഖാക്കൾക്ക് പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന, അതും വിയർപ്പിന്റെ വിലയെടുക്കുന്ന സമയത്ത്, അത് വെച്ചുണ്ടുന്ന സമയത്ത് നടത്തുന്ന ഒരു ലാഭേച്ഛയും ഇല്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അങ്ങനെ തന്നെ ശ്ലാഘിച്ചിട്ടുണ്ട് ഈ പറയുന്ന സത്യാനന്തര കാലത്തിന്റെ വക്താക്കളും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഒക്കെ. അവരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കിട്ടുന്ന കുത്ത് മാത്രം ഞങ്ങൾ ചുമക്കില്ല എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. കേരള പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞൊന്ന് തീർക്കട്ടെ. അങ്ങനെ കേരള പോലീസിന്റെ റിപ്പോർട്ടിൽ പേര് വരുമ്പോൾ മാത്രം പോരാളി ഷാജിമാർ വെറുക്കപ്പെട്ടവർ, കേരള പോലീസിന്റെ റിപ്പോർട്ടിൽ പേര് വരുമ്പോൾ മാത്രം അമ്പാടിമുക്ക് സഖാക്കളിൽ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പോരാ. ആദ്യഘട്ടത്തിൽ തന്നെ പറയണം, ഔദ്യോഗിക ഹാൻഡിലുകളിൽ വരുന്ന വിശദീകരണം മാത്രം പാർട്ടി സഖാക്കൾ ഷെയർ ചെയ്താൽ മതി. എന്താ പറയാത്തത്? കൈവിട്ടു പോയതാണ് സൈബർ ലോകം. ഞങ്ങൾ ഈ ഘട്ടത്തിലൊന്നുമല്ല. വളരെ കൃത്യമായി ഈ പാർട്ടി എങ്ങനെയായിരിക്കണം, പാർട്ടി സഖാക്കളുടെ സോഷ്യൽ മീഡിയ ഇടപെടൽ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ ഇതിനു മുൻപ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നേ. അങ്ങനെ ചുമക്കാൻ നിന്നതിന്റെ അനുഭവങ്ങൾ ഞാൻ പറയണോ? നമ്മുടെ മുൻപിലുണ്ടല്ലോ കോട്ടയം കുഞ്ഞച്ചന്മാര് പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്ത് പോയ ആളെ ജാമ്യത്തിനെടുക്കുന്നതിന് വേണ്ടി 5-6 അഭിഭാഷകരെ കൂട്ടി അത്തരത്തിലുള്ള ഇടപെടലല്ല ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളതാ പറഞ്ഞു പോയിട്ടുള്ളത്. തെറ്റായ ഇടപെടലുകൾ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞ ആരെങ്കിലും പറയുന്നതിന് വേണ്ടി അത്തരം ആളുകളെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയോ അത്തരം ആളുകൾക്ക് ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയോ ഞങ്ങൾ നടന്നില്ല. ആ ഘട്ടത്തിൽ CPI ഉറപ്പെടുത്തണ്ട. ശരി, ഓക്കെ. അത് ഈ പോലീസ് റിപ്പോർട്ടിൽ പരാമർശം വരുമ്പോൾ മാത്രം അതിന് മുമ്പ്
ഘട്ടത്തിലാ പോലീസ് റിപ്പോർട്ട്? ആ പോലീസ് റിപ്പോർട്ട് വരുന്നതിന് മുൻപല്ലേ ഈ പറഞ്ഞ പോലെ? ഈ പോലീസ് റിപ്പോർട്ട് വരുന്നത് കേരള പോലീസിൽ നിന്നാണല്ലോ. കേരള പോലീസ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണല്ലോ. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ഈ മുൻകൂർ ജാമ്യം എടുക്കാൻ റിപ്പോർട്ട് CPM സംസ്ഥാന യോഗത്തിനകത്ത് വെച്ചിട്ടാണോ കോടതിയിൽ സമർപ്പിക്കുക? അതെനിക്കറിയില്ല. പക്ഷെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസാണെന്ന് അറിയാം. ആഭ്യന്തര വകുപ്പിന്റെ പോലീസാണെന്ന് അറിയാം. ആ റിപ്പോർട്ട് പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ടാണോ റിപ്പോർട്ട്? പാർട്ടി കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിലാണോ ഇത് പുറത്തുവന്നല്ലോ? പാർട്ടി കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിലാണ് പാർട്ടി കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിലാണ് മാധവയുടെ ബോധ്യമൊന്നുമല്ല. ആ ബോധ്യം എപ്പോൾ എങ്ങനെ വെളിപാടായിട്ടുണ്ടായി എന്നൊരു ചോദ്യമാണ് കേട്ടോ. അതെ, അത് ഒരു വെളിപാടാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകട്ടെ കേരള സമൂഹം. ശ്രീ ഉല്ലാസ് ബാബു ദാ പാർട്ടിയുടെ കമ്മിറ്റികളിൽ വെച്ച് പാർട്ടി ലെറ്റർ ഹെഡിൽ പുറത്തു വന്ന തള്ളിപ്പറയലല്ല. അങ്ങനെ കേരള പോലീസിന്റെ നീക്കങ്ങൾ ഒന്നും പാർട്ടി കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതല്ല. കേരള പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 2 ദിവസം മുൻപ് മാത്രം ഈ പറയുന്ന സൈബർ ഹാൻഡിലുകളെ അങ്ങനെ തന്നെ തള്ളിപ്പറയുന്ന സമീപനം പാർട്ടിക്കുണ്ടായത് തിരുത്തൽ ബോധ്യത്തിലാണ് എന്ന് BJP വിചാരിക്കുന്നുണ്ടോ? ആർഷോ അതൊരു നിങ്ങൾ രണ്ടുപേർക്ക് സമയം കൊടുത്തവരൊന്ന് സമയം തരണേ. ആർഷോ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള സൂത്രക്കാരനാണ്. കാരണം തർക്കമുണ്ടാക്കുക, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക എന്ന് പറയപ്പെടുന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയപ്പെടുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം അവർക്കറിയാം അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ. എന്നാൽ കോൺഗ്രസ്സുകാർ പരിപൂർണമായി ശുദ്ധമാരെന്നല്ല, ഈ പണിയിൽ നല്ല മിടുക്കന്മാരാണ്. ഈ അഭ്യാസത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ. അദ്ദേഹം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് പാർട്ടി അറിഞ്ഞിട്ടല്ല വെക്കണേന്ന് പറഞ്ഞു. അരിയാഹാരം കഴിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള ഇടതുപക്ഷം കൃത്യമായിട്ട് പോലീസ് സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നിലപാടെടുക്കുന്നത് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്നു. വെറുതെ നമ്മൾ തട്ടിപ്പും മത്തങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ ഈ ജയരാജൻ എന്ന് പറയപ്പെടുന്ന ഇന്നലെ പത്രസമ്മേളനം നടത്തിയ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പോലീസിനെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കാര്യം കിട്ടില്ല എന്ന പി ശശി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇരിക്കുന്ന പൊസിഷൻ എന്താ? ഇവർക്ക് ഈ കാര്യങ്ങൾ ഇന്നത് വരാൻ പോകുന്നുണ്ടെന്ന് അറിയില്ല എന്നാണ് കരുതുന്നത്. ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. എന്താ രാഷ്ട്രീയം? ജാതീയത കളിച്ചു. ഇവരൊക്കെ നൈറ്റ് മാർച്ച് നടത്തി ജാതീയതയും വർഗീയതയും ഒക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇവർ അസ്വസ്ഥത ഉണ്ടാക്കി. ഈ അസ്വസ്ഥത ഇവർക്ക് കൊയ്യാം, വർഗീയത അങ്ങനെ വിതയ്ക്കാം സമൃദ്ധിയായിട്ട് കേരളത്തിൽ. എന്നിട്ട് ആ വർഗീയത വിതച്ചതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവർ തയ്യാറില്ല. ഇവർക്ക് ഇങ്ങനെ കൊയ്തിട്ട് അതിൻ്റെ വിളവെടുക്കാൻ ഇവർ ഭയങ്കര മിടുക്കന്മാരാ ഇവർ രണ്ടുപേരും. ഇതിൻ്റെയൊക്കെ ദോഷം ഉണ്ടാവുന്നത് എവിടെയാണെന്ന് മാധു മനസ്സിലാക്കണം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇടയിൽ ഇവർ നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഗുണം മുഴുവൻ എടുക്കുന്ന മതതീവ്രവാദികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വിജയം ഏത് വിധേനയും നേടിയെടുക്കുക, രാഷ്ട്രീയ നിലനിൽപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ള പറഞ്ഞ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവരുടെ പോലീസ് കൃത്യമായി ചോർത്തി കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ റിപ്പോർട്ടും വരുന്നത്. അതില്ല എന്ന് ആർഷോട് വാദിക്കാം, കാരണം അങ്ങനെ വാദിക്കാൻ പറ്റൂ. ആ സംവിധാനത്തിലാണ് ആർഷോ ഇരിക്കുന്നത്. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഇടതുപക്ഷം കൃത്യമായി പാർട്ടി സംവിധാനത്തിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്കും മധുവിനെ പോലെയുള്ളവർക്കും സാധിക്കുന്നുണ്ട്. ആർഷോ അത് സമ്മതിക്കാത്തത് അത് ആർഷോന്റെ നിലപാട് അതായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അത് അറിയാതെയുമല്ല, അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തതുമല്ല, അദ്ദേഹം ഇതിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോയിട്ടുള്ള ആളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടി മാധു ജനങ്ങളോട് ചോദിക്കണം. ഇവർ ഈ തമ്മിത്തല്ലുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ? ഇപ്പൊ തമ്മിത്തല്ലുന്നത് വർഗീയത ആ രാജ്യം പ്രചരിപ്പിച്ചത് എന്റെയാണോ നിന്റെയാണോ എന്നുള്ളതല്ലേ? കുട്ടി ആരുടെയാണെന്നല്ലേ ചോദ്യം. ഈ പ്രചരിപ്പിച്ച ആളുകൾക്ക് മുഴുവൻ കാലും തേനും ഇവർ രണ്ടു കൂട്ടരും സുഖമായി കൊടുത്തിട്ടുണ്ടെന്നേ. ഈ കൊടുത്ത് വടകരയിൽ വൃത്തിയായിട്ട് ഇവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് മലബാറിന്റെ മണ്ണിൽ കൃത്യമായിട്ട് ഇവർ വർഷങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോടും പൊന്നാനിയിലും മലപ്പുറത്തും ഈ വടകരയിലും കാസർഗോഡും ഒക്കെ ഇവർ രണ്ടുപേരും നടപ്പിലാക്കി വന്ന രാഷ്ട്രീയം അത് തന്നെയായിരുന്നു. ഇന്ന് അത് പുറമേ രാഷ്ട്രീയം ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ, ഇന്ന് അത് വിഷയമാകുമെന്ന് കണ്ടപ്പോൾ, ഇവരിലേക്ക് രണ്ടുപേരിലേക്കും തിരിഞ്ഞുകുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇവരതിനെ ഫാക്ടറിയാക്കി കണ്ടു. ഇവരത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. രണ്ടുപേരും ജനങ്ങളോട് കാണിക്കുന്നത് കബളിപ്പിന്റെ രാഷ്ട്രീയമാണ്. രണ്ടുപേരും നടത്തിയ സൂത്രങ്ങൾ ജനങ്ങൾ കണ്ടെത്തുമെന്ന് കണ്ടപ്പോൾ, അവർക്ക് മനസ്സിലായി തുടങ്ങി എന്ന് കണ്ടപ്പോൾ, അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള രാഷ്ട്രീയത്തിന്റെ തന്ത്രമാണ് ഈ ജിൻഡോന്റെ പാർട്ടിയും ആർഷോന്റെ പാർട്ടി പണ്ടും ഇന്നും എന്നും ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സ്വഭാവം കാണിക്കുന്നവരാണ്. കാര്യങ്ങളും സത്യങ്ങളും പുറത്തറിയുമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവൃത്തി അവർ തുടരുന്നു എന്നേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാകും. ആർഷോന് മനസ്സിലാവില്ല, ജിൻഡോന് മനസ്സിലാവില്ല, നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കില്ല. യാഥാർത്ഥ്യമായി തന്നെ ഇവിടെ കേരളത്തിൽ നിലനിൽക്കും. ശരി, ഇപ്പോ ഡോക്ടർ ജിൻഡോ ജോൺ, UDYF പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണം ഉണ്ടാകേണ്ടത് കേരള പോലീസിൽ നിന്നാണ്. നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിന്നാണ് നിങ്ങളുടെ പ്രവർത്തകരടക്കം
ഇപ്പോൾ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എങ്കിൽ അതിന്റെ പ്രതികളെ കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആവശ്യം നിങ്ങളുടേതായി മാറുകയാണ്. നിങ്ങൾക്കത് നിയമസഭാ സമ്മേളനം ഉണ്ട്, നിങ്ങൾക്കത് പല തലങ്ങളിൽ അത് ആവശ്യപ്പെടാൻ കഴിയും. കേരള പോലീസ് ഈ അന്വേഷണങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്, സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അന്വേഷണം എത്രത്തോളം ഫലപ്രാപ്തിയിലെത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത്. കെ ശൈലജ ടീച്ചർ പരാതി അവിടെയുണ്ടല്ലോ മറ്റൊരു വിഷയത്തിൽ, അതടക്കമുള്ള കാര്യങ്ങൾ. ഭാസ്കർ മാഷ പരാതിയുണ്ട്, ഈ പരാതിയുണ്ട്, കാസിമിന്റെ പരാതിയുണ്ട്. ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ സത്യം പുറത്തു വന്നില്ല എങ്കിൽ ജിൻഡോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥസത്യങ്ങൾ അത് അതിവേദനയുണ്ടാക്കും സമൂഹത്തിന്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടകരയുടെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും വാഗ്വാദങ്ങളും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടും. അതിന് തടയിടാനെങ്കിലും ഒരു ഉത്തരം കേരള സമൂഹത്തിന് ആവശ്യമാണ്. വടകര മാത്രമല്ലല്ലോ മധു, കേരളം മൊത്തം ശരിയാണ്. മാധു പറഞ്ഞത് 100% ശരിയാണ്. അതിലെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവർ A.A. റഹീം എന്ന് പറഞ്ഞ രാജ്യസഭ MP കൊണ്ടുവന്നു വടകരയിൽ ഒരു പൊതുസമ്മേളനം നടത്തി, കുറേ പ്രസംഗമൊക്കെ നടത്തി. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വർഗീയവാദിയാണ്, വിഷട്ടാങ്കാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഞങ്ങൾ തിരിച്ചതുപോലെ ഒരു പരിപാടി നടത്തി, തിരിച്ച് A.A. റഹീം അതുപോലെ ഒരു വർഗീയവാദിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അവിടുത്തെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടല്ല, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ. ഈ പറഞ്ഞ മുഴുവൻ പരാതിയും ഈ ചർച്ചയിൽ ഞാൻ പറയുന്നതും ആർഷ പറയുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ പരാതികളും കെ ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെ അടക്കം മുഴുവൻ ആളുകളുടെയും പരാതികൾ അന്വേഷിച്ച് നടപടി കൃത്യസമയത്ത് എടുക്കേണ്ടതാര കേരള പോലീസാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മാർച്ച് നടത്തുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇതൊന്നും നടത്താതെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം പോലീസിന് മാത്രമല്ല, പോലീസിനെ ഭരിക്കുന്ന പാർട്ടിക്ക് കൂടിയാണ്. പോലീസ് ആരെ സംരക്ഷിക്കുന്നത്? എന്തായാലും കോൺഗ്രസിനെ ആയിരിക്കില്ലല്ലോ, UDF ആയിരിക്കില്ലല്ലോ. പോലീസിന് ഇവിടെ ഒളിച്ചു കളിക്കാനും സംരക്ഷിക്കാനുള്ളത് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന, അവരെ ഭരിക്കുന്ന പാർട്ടിക്ക്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ അവരുടെ പാർട്ടിയുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എൻ്റെ ചോദ്യം ഇത്രയാണ്. ഇവിടെ കെ ലതികയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അവർ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോൺ പരിശോധിച്ചപ്പോൾ കേരള പോലീസിന് തെളിവ് കിട്ടിയിട്ടില്ല എന്ന് പറയാം. എങ്കിൽ കെ ശൈലജയ്ക്ക് ഇത് ആരും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ കെ ശൈലജ തന്നെത്താൻ ഉണ്ടാക്കിയതാണോ ഈ പോസ്റ്റ്? അങ്ങനെ പറയണ്ടേ? അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആര് കൊടുത്തു? അതിന് ഉത്തരം പറയണം. ഒന്നാമത്തത്. രണ്ടാമത്തത്, KN ഗണേഷ് എന്ന് പറഞ്ഞ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അവിടുത്തെ ആസ്ഥാന വിദ്വാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചോ? അദ്ദേഹത്തിന് ഇത് ഇവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണ്ടേ? ആര് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ ഒരാളില്ല. ദീപ നിശാന്തിനെ പോലുള്ള ആളുകൾ ഷാഫി പറമ്പിലിന്റെ വിജയം വർഗീയതയുടെ വിജയമായിരിക്കും എന്ന് പറയുന്നത്, അത് ഓൺ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കണ്ടേ? ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ MP ആയിട്ട് ജയിച്ചാൽ വർഗീയതയുടെ വിജയമാണെന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു മുസ്ലിം ആണെങ്കിൽ അവന് വർഗീയവാദി, തീവ്രവാദി എന്ന് ചാപ്പകുത്തും, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസംഗി എന്ന് ചാപ്പകുത്തും, ഹിന്ദു ആണെങ്കിൽ സംഘി എന്ന് ചാപ്പകുത്തും. ഈ ചാപ്പയും കൊണ്ട് നടക്കുന്ന പണിയാണോ CPM ഏറ്റെടുത്തിരിക്കുന്നത്? ഇവിടെ കെ ലതികയ്ക്ക് ഈ പറഞ്ഞ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കാൻ സംവിധാനം പാർട്ടിക്കില്ല എന്നാണ് ഈ ആർഷോ പറയുന്നത്. സ്വന്തമായി പാർട്ടിയും കോടതിയും ഉണ്ടെന്നൊക്കെയാണ് പണ്ട് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത്. എന്താ ഇവരുടെ കയ്യിൽ തീവ്രത ഇളക്കുന്ന യന്ത്രം മാത്രമേ ഉള്ളൂ? ഇത്ര വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകളെ അന്വേഷിക്കാനുള്ള സംവിധാനം ഇവരുടെ പാർട്ടിക്കില്ലേ? പിന്നെ താങ്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാർ അത് ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നു, മുഖവും പേരും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മുഖവും പേരും അഡ്രസ്സുള്ള ആളുകൾ ചെയ്യുന്നതിനോ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തിലൂടെ നടപടിയെടുത്ത് മാതൃക കാണിക്കേണ്ടത്, ആളുകൾക്ക് അതിലൊരു പേടി ഉണ്ടാകേണ്ടത് കേരള പോലീസിന്റെ നടപടിയിൽ നിന്ന്. ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നവരുടെ പാർട്ടി നോക്കാതെ അവർക്ക് പേടി ഉണ്ടാകണം. ഈ സമൂഹത്തിലെ ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, മതം ഏതായിക്കൊള്ളട്ടെ, അവരെ ഇങ്ങനെ ആക്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് മാതൃക കാണിക്കേണ്ടത് കേരള പോലീസാ. ഒരു കാര്യം കൂടി ആർഷോട് സൂചിപ്പിക്കട്ടെ. നിങ്ങളുടെ കെ ലതികയുടെ മകൻ P മോഹനൻ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ മകൻ, എന്താ അയാളുടെ പേര്? ജൂലിയസ് നികിദാസ്. അദ്ദേഹം പറഞ്ഞ പദപ്രയോഗങ്ങൾ ആർഷോയ്ക്ക് ഈ ചർച്ചയിൽ പറയാൻ പറ്റുമോ? അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ട കമന്റുകൾ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ മനോഗുണത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പാർട്ടി മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇത് ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് കേരള പോലീസ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു മെസ്സേജ് കൊടുക്കണം. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഒരു കാര്യം കൂടി ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് UDFും LDFും നടത്തിയ വർഗീയത എന്ന് പറയുന്നു. വർഗീയതയെ കുറിച്ചിട്ട് BJPയുടെ പ്രതിനിധി നാളിതുവരെ കേട്ടിട്ടില്ല അത്രേ. നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രസംഗിച്ചത് എന്താ? വികസന നേട്ടങ്ങളാണ് പ്രസംഗിച്ചത്. വർഗീയതയും വിഷവും വിദ്വേഷവും മാത്രമാണ് പ്രസംഗിച്ചത്.
എന്തിനു വേണ്ടിയിട്ടാ? ജയിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭരണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ രാജ്യമെമ്പാടും നടന്ന് വർഗീയത പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ നേതാവ് വന്നിരുന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും UDF അല്ലെങ്കിൽ CPM-കാരെയും കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതാ. ഈ അമിത്ഷായുടെ മോദിയുടെ ഒക്കെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുന്നത് നല്ലതാ. ജോഡോ യാത്ര നടത്തിയിട്ട് ഓരോ സ്ഥലത്തും ഓരോ വേഷവും ഓരോ ശൈലിയും രാഹുലിന്റെ കുട്ടി ഇവിടെ വന്നിരുന്ന വിളയാട്ട് നടത്തണ്ട. ആ ഭാഷയൊക്കെ ചിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ എന്നിലേക്ക് നോക്കണോ ആരിലേക്ക് നോക്കണോ എന്ന് ചിന്തയിലെ അവിടെ എവിടെ പോയാലും ഏത് വേഷവും രൂപവും ഒക്കെ ധരിക്കാം കേട്ടോ. അതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആളുകൾ നിലകൊള്ളുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം പറയട്ടെ. അങ്ങ് പറഞ്ഞതിനോട് മുഴുവനും ആഭിമുഖ്യവും ഒരു മിനിറ്റ് ശ്രീ ഉല്ലാസ് ബാബു, അല്ലല്ല, അങ്ങ് പറഞ്ഞതിനോട് മുഴുവനും ശരിവെച്ചിട്ടല്ല ജിൻഡോ മിണ്ടാതിരുന്നത്. അവനവന്റെ സമയത്ത് പറയുക എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ളതുകൊണ്ടാണ്. അല്ലല്ല, അങ്ങ് അങ്ങനെ പലതും കോൺഗ്രസിനെ പറ്റി പറഞ്ഞപ്പോൾ ജിൻഡോ മിണ്ടാതിരുന്നത് ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ടാണ്. അത് ഈ ചർച്ചയിൽ ഉടനീളം വേണം. ഈ ചർച്ചയിൽ ഉല്ലാസ് ഒരു മിനിറ്റ്, ഞാൻ നടത്തുന്ന ചർച്ചയാണ്. ഒരു മിനിറ്റ്. ഈ ചർച്ചയിൽ ഇതുവരെ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പറഞ്ഞിട്ടില്ല. ആ ആനുകൂല്യം ഇത്രയും നേരം ഉല്ലാസ് ബാബുവിന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. അങ്ങനെ പോയാൽ മതി. ജിൻഡോ തുടരൂ. അല്ലല്ല, ശരി. ജിൻഡോ തുടരൂ. അല്ല മാധു, ഞാൻ പൂർത്തിയാകട്ടെ. ഉല്ലാസ് ബാബു അദ്ദേഹത്തിന്റെ 2 ടേമിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം കോൺഗ്രസിനെ, CPM-നെ, മറ്റാളുകളെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്, വർഗീയത എന്നൊക്കെ പറഞ്ഞു. ഒരിക്കൽ പോലും ഞാൻ ഇടപെട്ടില്ല. അത് ഞാൻ പുലർത്തുന്ന ജനാധിപത്യ ബോധമാണ്. അതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല. തിരിച്ച് ഞാൻ പറയുമ്പോൾ കേട്ടിരിക്കാനുള്ള മര്യാദ കാണിക്കണം സാറേ. അത് വേണ്ടേ? താങ്കൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നില്ലേ? താങ്കളുടെ വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള അവകാശമുണ്ടെന്നുള്ള ബോധ്യം താങ്കൾക്കും വേണം. മനസ്സിലായില്ലേ? താങ്കൾ മോദിയെ കുറിച്ച് പറയുമ്പോൾ എന്താ വരയ്ക്കുന്നത്? താങ്കൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെ ആക്ഷേപം പറയാം. മോദി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രസംഗിച്ചത് വർഗീയതയും വിഷവും മാത്രമാണ്. വികസന നേട്ടങ്ങൾ പറഞ്ഞോ? പറഞ്ഞാണ് ഞാൻ ഇടപെടുന്നു. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ PM ഷോ, ഇതാരാണ് ചെയ്തത് എന്ന് കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ പാനലിസ്റ്റുകളും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ ചാടിക്കടക്കാൻ കഴിയാത്ത കടമ്പയൊന്നുമല്ല. അത് ചെയ്യാൻ സാധിക്കാത്തത് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് എന്നുകൂടി പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കുന്നു. അത്രയ്ക്ക് നിസ്സഹായാവസ്ഥയുണ്ടോ ഇവിടുത്തെ സൈബർ വിങ്ങിന്? അല്ല, ഇതിൽ ഒരു നിസ്സഹായതയില്ല. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ നേരത്തെ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, കോൺഗ്രസിൻ്റെ പ്രതിനിധി വല്ലാതെ പ്രയാസപ്പെടും. ഞങ്ങൾ വർഗീയ കാർഡ് ഇറക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്നു, ഞങ്ങളെ വിമർശിച്ച് പ്രസംഗിക്കുന്നു, ഞങ്ങളെ വിമർശിച്ച് ചർച്ച ഉണ്ടാക്കുന്നു, ചില ആളുകൾ ഞങ്ങളെ വിമർശിച്ച് പോസ്റ്റ് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. എങ്ങനെ വിമർശിക്കാതിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലവെള്ളപ്പാച്ചിൽ പോലെ നിങ്ങൾ നടത്തിയ പ്രചരണങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കുരിയാടാൻ വേണ്ടി ചർച്ചയ്ക്കകത്തും കോൺഗ്രസിന്റെ പ്രതിനിധി തയ്യാറായോ? എങ്ങനെ നിങ്ങൾ വിമർശിക്കാതിരിക്കുക? നിങ്ങൾ ധ്രുവീകരണം നടത്തിയിട്ടില്ല എന്നെങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി കഴിയുക? എന്നാൽ നിങ്ങൾ നടത്തിയ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഇന്റർവ്യൂ കട്ട് ചെയ്തെടുത്ത് മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞ് പ്രചരിപ്പിച്ച നിങ്ങളെ വർഗീയ ധ്രുവീകരണം നടത്തിയ ആളുകളെന്നല്ലാതെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കുക? സമാനമായ നിലയിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇങ്ങനെ നിരന്തരം ആ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രചരണം നടത്തിയ ആളുകളാണ് വടകരയിലെ UDF-ന്റെ നേതൃത്വം, UDF-ന്റെ പ്രധാനപ്പെട്ട പ്രചാരകരൊക്കെ. സ്വാഭാവികമായും നിങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ വിമർശനം ഉന്നയിക്കും. നിങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നെറികെട്ടതാണ് എന്ന് ആവർത്തിച്ചു പറയും. അതിന് വിഷമം കരുതിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായും അത് തിരുത്തി പോവുക എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റു മാർഗ്ഗമില്ല. ഇനി അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, നിങ്ങളൊന്ന് പിടിച്ചകത്തിട്ട് പേടിപ്പിച്ച് കാണിക്കുന്ന ഈ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? മാഹിയിൽ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹി അറസ്റ്റിലായില്ലേ മാഹിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? അപ്പൊ ആ നിലയിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിരവധി അറസ്റ്റുകൾ നടക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ പേടി കോൺഗ്രസിന്റെ ആളുകൾക്ക് പേടി തോന്നില്ല. കോൺഗ്രസിന്റെ ആളുകൾക്ക് പേടി തോന്നാത്തതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മാധു കയറി ഇടപെട്ടത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തകരെ ഈ നിലയ്ക്ക് സൈബർ അതിക്രമം കാണിച്ച് അറസ്റ്റ് ചെയ്താൽ അവരെ ജാമ്യത്തിലിറക്കുന്നതിന് വേണ്ടി KPCC ആസ്ഥാനത്ത് നിന്ന് നവമാധ്യമ ചുമതലക്കാരൻ ഡോക്ടർ P. സരിന്റെ നേതൃത്വത്തിൽ അഭിഭാഷക സംഘം വരുമെന്നവർക്ക് ഉറപ്പുണ്ടേ. അതുകൊണ്ട് കേസെടുത്താൽ അവർ പേടിക്കില്ല.
ഇനി അങ്ങനെ ജാമ്യത്തിലിറക്കി പുറത്തിറക്കുക മാത്രമല്ല, ആ പറഞ്ഞ ആളുകൾ നേരത്തെ ഈ പറഞ്ഞ പോലെ വാർഡ് ഭാരവാഹി, പഞ്ചായത്ത് ഭാരവാഹി ആണെങ്കിൽ അവരെ ജില്ലാ ഭാരവാഹി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കും എന്നുറപ്പുണ്ട്. കോട്ടയം കുഞ്ഞച്ചനെ, പഞ്ചായത്ത് ഭാരവാഹി ആയിരുന്ന കോട്ടയം കുഞ്ഞച്ചനെ പിടിച്ച് ജില്ലാ KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആക്കിയ ആളുകളാണ് നിങ്ങൾ. അപ്പൊ ആ നിലയ്ക്കുള്ള പിന്തുണയുണ്ടാകും എന്നുറപ്പുള്ള കോൺഗ്രസിന്റെ സൈബർ അണികൾ എങ്ങനെ പേടിക്കാനായി? ഈ പറഞ്ഞ ഇതിനകത്ത് എന്തായാലും സൈബർ കേസിനകത്ത് കൊണ്ടുപോയി തൂക്കിക്കൊല്ലാൻ വേണ്ടിയിരുന്നും കഴിയില്ലല്ലോ. കുറച്ച് ദിവസം ഈ പറഞ്ഞ പോലെ അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ അകത്ത് കിടന്നാൽ സംരക്ഷിക്കാൻ പോകുന്ന ഒരു നേതൃത്വം KPCC അകത്തുണ്ട്, KPCCയുടെ നവമാധ്യമ വിഭാഗത്തിലുണ്ട് എന്നുറപ്പുള്ള ആളുകൾ അങ്ങനെയൊന്നും പേടിക്കില്ല. ആ പേടിയില്ലായ്മയാണ് കോൺഗ്രസിന്റെ സൈബർ അണികളെ കൊണ്ട് ഇങ്ങനെ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ BJPയുടെ പ്രതിനിധിയുടെ ചർച്ച കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇത്രമേൽ വിശുദ്ധരായ മറ്റാരും ഇവിടെ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞും മരിച്ച മനുഷ്യനും കഴിഞ്ഞ പിന്നെ BJPക്കാരാണ് ഏറ്റവും മാന്യന്മാർ. ഇതിനപ്പുറത്തേക്ക് എന്താ പറയാ മാന്യന്മാർ ലോകത്തേ ഇല്ല എന്നുള്ള നിലയിലായിരിക്കും. എന്തിന് ഈ ദിവസങ്ങളിൽ 2-3 ദിവസം മുൻപ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പാനന്തരം നിരവധി ഉദാഹരണങ്ങളുണ്ട്, എല്ലാ ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പാനന്തരം കേരളം ആദരിക്കുന്ന, ഇന്ത്യ ആദരിക്കുന്ന പ്രധാനപ്പെട്ട അഭിനേത്രികളിൽ ഒരാളാണല്ലോ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നടിയുടെ നവമാധ്യമ ഹാൻഡിലുകൾക്കകത്ത് ഈ പറഞ്ഞ BJP നിമിഷ സജയന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കകത്ത് കേരളത്തിലെ BJPയുടെ അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറിയഭിഷേകം മാത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടും എന്താണ് BJP എന്ന്. എന്നിട്ട് ഈ BJPക്കാർ വന്നിരുന്നിട്ട് നവമാധ്യമ ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെ ക്ലാസ് നയിക്കുന്നതിനകത്ത് വലിയ വിരോധാഭാസമുണ്ട്. അതിനോടൊപ്പം ഒറ്റ കാര്യം കൂടെ BJP പ്രതി ചർച്ചക്കിടയിൽ പറഞ്ഞ ഒരു വാചകണ്ട്, നൈറ്റ് മാർച്ച് നടത്തി നിങ്ങളിവിടെ വർഗീയ വിത്തെറിഞ്ഞു എന്ന്. നൈറ്റ് മാർച്ച് നടത്തിയത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഇടപെടലിനെതിരെയാണ്, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയാണ്, അത് ഭരണഘടനക്കെതിരാണ്. അത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരാണ്. ഈ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ നടന്നിട്ടുള്ള നൈറ്റ് മാർച്ചുകൾ അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് ഇന്ന് CPM-നെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധ നിലപാടുകൾ, CPM-ന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ BJP-യെ സഹായിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് നിങ്ങളുടെ 2 കൂട്ടരുടെയും ഈ നിലപാട് തീവ്രവാദ സംഘടനകൾ മുതലെടുക്കുന്നു എന്നാണ് എങ്കിൽ തങ്ങൾ പറയുന്നത് CPM-ന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ BJP മുതലെടുക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ എഴുതിയത്. അതായത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കുതന്ത്രങ്ങൾ മെനയുന്നത് CPM-ന്റെ സ്ഥിരം ശൈലിയാണ്. അത് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് വന്ന അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം മതനിരാസത്തിൽ ഊട്ടിയ കമ്മ്യൂണിസത്തെ വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് കേരളത്തിൽ CPM മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് തങ്ങളുടെ വിമർശനം. അത് CPM എങ്ങനെ എടുക്കുന്നു? അല്ല, ആ വിമർശനത്തെ തള്ളിക്കളയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്, തള്ളിക്കളയുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനില്ല. കൃത്യമായി ഈ നാടിനകത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും, ഈ നാട്ടിലെ മനുഷ്യനെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും, അത് കേരളത്തിനകത്തുള്ളതാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും, ലോകത്താകമാനം എവിടെ മനുഷ്യരുണ്ടോ അവിടെ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾക്കകത്ത് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അത് ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ മതനിരാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ ഞാൻ ചോദിച്ചത്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, എൻ്റെ അടുത്ത് 2 മിനിറ്റ് കഷ്ടിയുള്ളൂ. ശ്രീ ഉല്ലാസ് ബാബു, നേരത്തെ ജിൻഡോ ആരോപിച്ച കാര്യങ്ങളുണ്ട്. അതായത് അങ്ങ് ഈ പറയുന്ന വർഗീയത കൊണ്ട് വിറയുന്നു, വിളവെടുക്കുന്നു, കൊയ്തു കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പറയാനുള്ള എന്ത് ധാർമ്മിക അടിത്തറ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. പിന്നെ ശ്രീ PM മാഷോ പറയുന്നു ജനിച്ച കുഞ്ഞും മരിച്ച മനുഷ്യരും കഴിഞ്ഞാൽ BJP മാത്രമാണ് മതസൗഹാർദ്ദത്തെ പറ്റി പറയാനുള്ളത് എന്ന നിലപാട് എങ്ങനെ വിലപ്പോകും ഈ പറഞ്ഞു കേട്ട ജനങ്ങൾക്കിടയിൽ എന്ന്? വർഗീയവാദികളെന്ന് ഞങ്ങളെ മുദ്ര കുത്തി കാലം ഇത്രയായി ജനങ്ങളെ വഞ്ചിച്ച് അധികാര ശ്രേണിയിലേക്ക് നടന്നു കയറിയ ഇന്ത്യ മുന്നണിയുടെ 2 വക്താക്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണല്ലോ ഒന്ന് ചർച്ച. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇവർ 2 പേരും കളിച്ച ചക്കുളത്തിപ്പോര് ജാതിയും മതവും വെച്ചിട്ട് ആ അഭ്യാസം ഇന്ന് ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണല്ലോ ഒന്നത്തെ ചർച്ച. നൈറ്റ് മാർച്ച് നടത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നൈറ്റ് മാർച്ച് നടത്തിയതുകൊണ്ടാണല്ലോ ഒപ്പുവെച്ച കലം പോലെ ആലപ്പുഴയിൽ നിന്ന് ആലത്തൂർ വന്ന് നിൽക്കേണ്ടി വന്നത്. ഈ രാഷ്ട്രീയവും ഈ തട്ടിപ്പും ഈ നുണപ്രചരണവും ഒന്നും ആർഷോ പോകാൻ പോകുന്നില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് വളർന്ന ഒരാൾക്കും ഇവിടെ ഒരു പ്രയാസവും ഈ ഭരണഘടനയ്ക്ക് ദോഷവും ഉണ്ടാക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ തട്ടിപ്പും മതത്തെ ഉപയോഗിച്ച് ആർഷോന്റെ പാർട്ടി, ജിൻഡോന്റെ പാർട്ടി ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് ആർഷോ മനസ്സിലാക്കിക്കോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, ഇനി ഭാവിയിൽ ഒന്നും കൂടി കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് ആർഷോ മനസ്സിലാക്കിക്കോ. വളരെ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും